നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി 62 ലക്ഷത്തോളം ആളുകളാണ് മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആദ്യം ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2025 മെയ് മാസം 21-ാം തീയതി വിതരണം ചെയ്യുമെന്നായിരുന്നു അറിയിപ്പ് വന്നിരുന്നത്. എന്നാൽ 21-ാം തീയതി ചില സാങ്കേതിക കാരണങ്ങളാൽ വിതരണം ചെയ്യാൻ കഴിയാതെ വരികയും അത് 24-ലേക്ക് മാറ്റി എന്ന് പിന്നീട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 24 കഴിഞ്ഞിട്ടും ഇപ്പോൾ പെൻഷൻ എത്താത്ത സാഹചര്യത്തിലാണ് 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ ഈ ഒരു പെൻഷൻ കാത്തിരിക്കാൻ തുടങ്ങിയത്. 2025 ഏപ്രിൽ മാസത്തെ പെൻഷൻ ആവട്ടെ, എന്നാൽ വിഷുവിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ്. ഈ മാസത്തെ പെൻഷൻ വിതരണത്തിൽ മാത്രമാണ് ഇത്രയും കാലതാമസം വരുന്നതെന്ന് നമുക്കറിയാം. 2024 മാർച്ച് മാസത്തിന് ശേഷം എല്ലാ മാസവും സംസ്ഥാന സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ മാസത്തെ പെൻഷൻ വിതരണത്തിൽ എന്തുപറ്റിയെന്നറിയാനാണ് സംസ്ഥാനത്തെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പെൻഷൻ തുക എന്നാണ് ഇനിയും വിതരണം ചെയ്യുക എന്ന് നമ്മളുടെ പല പെൻഷൻ ഗുണഭോക്താക്കളും വീഡിയോയുടെ താഴെ കമൻറ്റായി ചോദിക്കാറുണ്ട്. നമ്മളിത് പെൻഷൻ വിതരണ വിഭാഗവുമായി ബന്ധപ്പെട്ടപ്പോൾ ബുധനാഴ്ച, അതായത് ഇന്ന് മുതൽ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയും എന്നാണ് അറിയിപ്പ് തന്നത്. ഇതനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ ഇത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വന്നിട്ടില്ല എങ്കിൽ വീണ്ടും നമ്മൾ സംസ്ഥാനത്തെ പെൻഷൻ വിതരണ വിഭാഗവുമായി ചോദിച്ചിട്ട് നമ്മൾ ഇത് സംബന്ധിച്ച കൂടുതൽ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. 2025 മസ്റ്ററിങ്ങിൻ്റെ തീയതി ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം, 2024 മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായും മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട്. 2025 മസ്റ്ററിങ് ഇപ്പോൾ ജൂൺ മാസം 25 മുതൽ ഓഗസ്റ്റ് മാസം 24 വരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ ഒരു കാലാവധിക്കുള്ളിൽ എല്ലാ ആളുകളും, അതായത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി മസ്റ്ററിങ് ചെയ്തെങ്കിൽ മാത്രമേ 2025 സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കുന്നതോടൊപ്പം തന്നെ അടുത്തുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ ഈ വിവരം പറയുകയും അവരെ കൊണ്ട് മസ്റ്ററിങ് ചെയ്യിക്കുവാനുള്ള എല്ലാ നടപടികളും നമ്മളോട് സ്വീകരിക്കുക. എല്ലാവരുടെയും പെൻഷൻ അവരുടെ അവകാശമാണ്. ആ ഒരു പെൻഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു പക്ഷേങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി മസ്റ്ററിങ് ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളൊക്കെ നമ്മളുടെ കുടുംബങ്ങളിൽ പലയിടത്തും കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പെൻഷൻ ലഭിക്കണമെങ്കിലും മസ്റ്ററിങ് അനിവാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അവരുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും പോയി ഇത്തരത്തിലൊരാൾ നമ്മളുടെ വീട്ടിലുണ്ട്, അപ്പോൾ മസ്റ്ററിങ്ങിനായി അക്ഷയ കേന്ദ്രത്തിലെ ആൾ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും വീടുകളിലേക്ക് വരികയും അവിടെ വെച്ച് വീടുകളിൽ വെച്ച് മസ്റ്ററിങ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനൊരു നിശ്ചിത തുക അക്ഷയ കേന്ദ്രം ഫീസായി ഈടാക്കാറുണ്ട്. ഏകദേശം 50 രൂപയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത്തരത്തിൽ വീടുകളിലേക്ക് വന്ന് മസ്റ്ററിങ് ചെയ്യുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കിയിരുന്നത്. ഈ തവണയും അത്തരത്തിൽ മാത്രമായിരിക്കും ഈ ഒരു തുക അവർ മേടിക്കുക. അപ്പോൾ ഈ ഒരു തുക കൊടുത്തുകൊണ്ട് നമ്മളുടെ വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ, ഇവരെയൊക്കെ കൊണ്ടൊക്കെ മസ്റ്ററിങ് ചെയ്യിക്കുവാൻ ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തി മസ്റ്ററിങ് ചെയ്യുന്നതിനായിട്ട് ഏകദേശം 30 രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങൾ വാങ്ങുന്നത് ഫീസായിട്ട്. അപ്പോൾ 30 രൂപ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തി മസ്റ്ററിങ് ചെയ്യുന്നതിനും വീടുകളിലേക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥരെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് 50 രൂപയുമാണ് ഈടാക്കാൻ ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളും കൃത്യമായി മസ്റ്ററിങ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. മസ്റ്ററിങ്ങിനായി പോകുമ്പോൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണ്, അതോടൊപ്പം തന്നെ പെൻഷൻ ID ഉണ്ടെങ്കിൽ ആ ഒരു പെൻഷൻ IDയും നമ്മൾ കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ആധാർ കാർഡുമായി പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 10 വർഷത്തിന് മുകളിലുള്ള ആധാർ കാർഡുകളൊക്കെ പുതുക്കണമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. പുതുക്കിയ ആളുകൾ ആ ആധാർ കാർഡുമായി പോവുക. അല്ലെങ്കിൽ പുതുക്കുവാനുള്ള ആളുകൾ, അതായത് 10 വർഷത്തിന് മുകളിലായിട്ടുള്ള ആധാർ കാർഡുള്ള ആളുകൾ അത് പുതുക്കിയതിന് ശേഷം മാത്രം മസ്റ്ററിങ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പെൻഷൻ വിതരണം സംബന്ധിച്ച കൂടുതൽ അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്